DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 22 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ആധാറിൽ പുത്തൻ പരിഷ്കരണങ്ങൾ വരുത്താൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ്. ഈ വർഷം നവംബറോടെയായിരിക്കും പരിഷ്കരണം ഉണ്ടാവുക. ഇത് സംബന്ധിച്ച സൂചനകൾ UIDAI CEO ഭുവനേഷ് കുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി ലഘൂകരിക്കുകയും ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങളായിരിക്കും വരിക. ആധാറിലെ വിവരങ്ങളിൽ വിരലടയാളവും ഐറിസും ഒഴികെ ഉപയോക്താവിന് വീട്ടിൽ തന്നെ ഇരുന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതുകൂടാതെ QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ആധാർ സംവിധാനവും രൂപീകരിക്കും. ഇതോടെ ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് സമർപ്പിക്കുന്നതിന് മാറ്റവുമുണ്ടാകും. ഹോട്ടൽ ചെക്കിനുകൾ, ട്രെയിൻ യാത്ര, പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങളിൽ ഇനി ആധാർ ഇങ്ങനെ ഉപയോഗിക്കാം. പൂർണ്ണമായ ഡാറ്റയോ ഭാഗികമായ ഡാറ്റയോ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് ഉപയോക്താവിന് തീരുമാനിച്ച് ആധാർ ഡിജിറ്റലായി ഷെയർ ചെയ്യാൻ കഴിയും. ഇതിലൂടെ ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ആധാർ അധിഷ്ഠിത സേവനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് UIDAI ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും CEO ഭുവനേഷ് കുമാർ പറഞ്ഞു. അടുത്ത അറിയിപ്പ്, ട്രെയിനുകളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് റെയിൽവേ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ എണ്ണം ആകെ ബെർത്തുകളുടെ 25% ചുരുക്കി. ദീർഘദൂര ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലെയും തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേയുടെ നീക്കം. നടപടി ഈ ആഴ്ച മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. മൊത്തം സീറ്റിൻ്റെ 25% ടിക്കറ്റായിരിക്കും ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റായി നൽകുക. ഭിന്നശേഷിക്കാർ, പട്ടാളക്കാർ, പ്രത്യേക ഇളവുള്ള ക്വാട്ടകൾക്ക് ഈ നിയന്ത്രണം ബാധകമാവില്ല. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വിഭാഗങ്ങളിൽ നിശ്ചിത പരിധി കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി നീട്ടിയിരിക്കുകയാണ്. ജൂൺ 30 വരെ ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ജൂൺ 30 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അതിനാൽ അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ പെൻഷനായ 1600 രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും ശനിയാഴ്ചയോടെയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിയത്. നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ തുക എത്തിച്ചേർന്നിരിക്കുന്നത്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കൾ മുതലോ അല്ലെങ്കിൽ ചൊവ്വ മുതലോ ആരംഭിക്കുന്നതാണ്. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള 8 ലക്ഷത്തോളം പേർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ തുകയും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനിയും പെൻഷൻ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.